മുനമ്പം സമരം വീണ്ടും ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് സമരസമിതി. വസ്തുതകൾ കോടതിയെ ധരിപ്പിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നാണ് വിമർശനം. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരുമെന്ന് സമരസമിതി കൺവീനർ ബെന്നി ജോസഫ് 24-നോട് പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. ഈയൊരു സംഭവം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ അവതരിപ്പിച്ചിട്ടില്ല. ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറൽ അഫിഡാവിറ്റ് കൊടുത്താൽ മതി. കൃത്യമായിട്ട് റവന്യൂ ശരിയായ രീതിയിലുള്ള നിയമോപദേശം തേടാതെ നടന്നതിന്റെ പ്രശ്നമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയതിന് പിന്നാലെ സമരസമിതി ഇന്ന് യോഗം ചേരും. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, ഇന്നലെ തന്നെ സർക്കാരിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് തരണമെന്ന ആവശ്യം സമരസമിതി ഉന്നയിച്ചിരുന്നു. ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം കടുപ്പിക്കാനാണോ തീരുമാനം? തീർച്ചയായും സമരമുഖത്ത് ഉറച്ചു നിൽക്കാൻ തന്നെയാണ് നിലവിൽ മുൻപം സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ചില പ്രധാനപ്പെട്ട പഴയ കോടതി ഉത്തരവുകൾ കൂടി പുതുതായി അവർ വീണ്ടെടുത്തിട്ടുണ്ട്. അത് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി 1988 നോർത്ത് പറവൂർ കോടതിയിൽ നിന്നും പുറത്തിറങ്ങിയ ഒരു ഉത്തരവാണ്. അത് ഈ വഖഫ് ഭൂമി എന്ന് പറയപ്പെടുന്ന നിലവിലെ പ്രദേശങ്ങൾ വിലയ്ക്ക് വാങ്ങാം എന്ന ഉത്തരവ് എന്ന് അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ്. ആ ഉത്തരവിന്റെ പുറത്താണ് മുനമ്പത്ത് 218 കുടുംബങ്ങൾ ഈ സ്ഥലം വാങ്ങിയത് എന്നുള്ളതാണ് നിലവിൽ മുനമ്പം സമരസമിതിയുടെ ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിർണായക രേഖകൾ കോടതിയിൽ സമർപ്പിക്കുന്നതിനും അവിടുത്തെ സെൻസിറ്റീവായ ഈ വൈകാരികപരമായ പ്രശ്നത്തെ കോടതിയിൽ അവതരിപ്പിക്കുന്നതിലും ആളുകൾക്ക് സർക്കാരിന് തെറ്റുപറ്റി, അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് നിലവിൽ ഇത്രത്തോളം പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള കാരണവും ഈ സർക്കാരിന്റെ അലംഭാവമാണ് എന്നുള്ളതാണ് മുനമ്പം സമരസമിതി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്നുള്ള അടിയന്തര ഇടപെടലാണ് ആവശ്യം. എന്തായാലും കോടതിയിൽ മുന്നോട്ട് പോകുന്നു. അതിനോടൊപ്പം തന്നെ ശക്തമായ സമരപരിപാടികൾ അത് സർക്കാരിനെതിരെ കൂടി നീട്ടാനുള്ള ആലോചനയിലാണ് നിലവിൽ മുനമ്പം സമരസമിതി ഉള്ളത്. ശരി, റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടും വരെ ശക്തമായ സമരം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതി. കൂടാതെ നിയമപരമായ നടപടികളിലേക്കും അവർ കടക്കുകയാണ് എന്ന് അശ്വിൻ പാലാടി റിപ്പോർട്ട് ചെയ്യുന്നു.